ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. നമ്മളെ വീട്ടിൽ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ കുട്ടികൾക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു സാധനമാണല്ലോ ഈ വഴുതനങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ കറി ഇതുപോലെ വെച്ച് കൊടുത്തു അവരെന്തായാലും കഴിക്കോട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിന് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചെടുക്കുക, കുഴപ്പമൊന്നുമില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഒരു തക്കാളിയും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറ്റിയിട്ടെടുത്താൽ മതി. നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതിയേ. ഇപ്പോൾ ഇത് തക്കാളിയുടെ ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇനി ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് അരക്കുന്ന സമയത്ത്. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറും സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഒരു 1/2 ടീസ്പൂണോളം മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കളർ ഇതുപോലെ ഇങ്ങനെ മാറി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വഴുതനങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ 3 വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കാണ് കട്ട് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ടാവേ. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മളെ വഴുതനങ്ങ കറിയിലെ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണ്ട കേട്ടോ. ഒന്ന് ചൂടായിട്ട് ഒന്ന് തിള വന്ന് തുടങ്ങുമല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കേണ്ട ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി വഴുതനങ്ങൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.